മറ്റന്നാൾ സൂചനാ സമരം നടത്താനിരിക്കെ സിനിമാ സംഘടനകളുമായുള്ള സംസ്ഥാന സർക്കാരിന്റെ ചർച്ച ഇന്ന്. GSTക്ക് പുറമെ വിനോദ നികുതി ഈടാക്കുന്നത് ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് സിനിമാ സംഘടനകൾ ഉന്നയിക്കുന്നത്. ചർച്ചയുടെ പുരോഗതി നോക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ഗോപാൽ ശീലാസനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോപാൽ, സിനിമാ മേഖലയ്ക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ്, സൂചനാ സമരത്തിലേക്കാണ് കടക്കാനിരിക്കുന്നത്. ഇന്നിപ്പോൾ എപ്പോഴാണ് ചർച്ച നടക്കുക? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായി 2 ആവശ്യങ്ങളാണ് സിനിമാ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അതൊന്ന്, ഇരട്ട നികുതി എന്ന സംവിധാനം ഒഴിവാക്കണം. GSTക്ക് പുറമേ സിനിമകൾക്ക് വേണ്ടി മാത്രം ഈടാക്കുന്ന വിനോദ നികുതി ഒഴിവാക്കി നൽകണം എന്നതാണ് ഇതിൽ പ്രധാനമായി സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. മറ്റൊന്ന്, ഈ സിനിമാ വ്യവസായത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രത്യേക വൈദ്യുതി താരിഫ് നിശ്ചയിച്ച് നൽകണമെന്നും വൈദ്യുതി നിരക്ക് വല്ലാതെ ബുദ്ധിമുട്ടി എന്നുമുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കും. അതുകൂടാതെ ഈ വർഷം 530 കോടി രൂപയോളം സിനിമാ മേഖലയിൽ നഷ്ടമുണ്ടായി. ആ നഷ്ടമുണ്ടായത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി നൽകണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. എന്താണെങ്കിലും ഈ വിഷയത്തിൽ സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ സൂചനാ പടയെടുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.